ഹലോ, വെൽക്കം ടു അവർ ചാനൽ ലേഡി ബേർഡ് ക്രിയേഷൻസ്. ഇന്ന് നമ്മൾ ഹാൻഡ് എംബ്രോയ്ഡറിയുടെ ഒരു എപ്പിസോഡാണ് ചെയ്യുന്നത്. എസ്പെഷ്യലി ഫോർ ബിഗിനേഴ്സ്. എംബ്രോയ്ഡറി ചെയ്യുന്നതിന് ആവശ്യമായ കഴിനൂലെടുത്ത് അത് കെട്ട് വീഴാതെ സൂക്ഷിക്കുന്നതും നൂല് ഓരോ സ്ട്രിങ്ങായിട്ട് ഈസിയായി എടുക്കുന്നതും എംബ്രോയ്ഡറി ഫ്രെയിം ഇടുന്നതും ഫ്രെയിം ടൈറ്റായിട്ട് ഇരിക്കാൻ നമ്മൾക്ക് എന്ത് ചെയ്യണം എന്നുമൊക്കെ നമുക്ക് കാണാം. ഇന്ന് രണ്ട് സ്റ്റിച്ചാണ്, നമ്മൾ ബേസിക് ആയിട്ടുള്ള രണ്ട് സ്റ്റിച്ചാണ് നമ്മളിവിടെ കാണിക്കുന്നത്. കഴിനൂല് ഒരേ അളവിലെടുത്ത് മുറിച്ച് അത് നമ്മൾ മുടി പിന്നുന്നത് പോലെ അയച്ച് പിന്നി സൂക്ഷിക്കണം. എന്നിട്ട് അതിൽ നിന്ന് ഓരോ സ്ട്രിങ് ആയിട്ട് നമുക്ക് ഈസി ആയിട്ട് വലിച്ചൂരി എടുക്കാം. നൂലെടുത്ത് മുറ്റത്ത് കെട്ടിടുന്നതാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. ഇനി ചെറിയൊരു റിബണിൻ്റെ വീതിയിലുള്ള ഒരു പീസ് തുണിയെടുത്ത് നമ്മൾ ഫ്രെയിമിൻ്റെ അകത്തിരിക്കുന്ന ആ ചെറിയ വട്ടത്തിൽ ചെറിയ റിങ്ങിലത് നമ്മൾ ചുറ്റി ഏറ്റവും അവസാനം ആകുന്നിടത്ത് നമ്മളൊരു നൂല് വെച്ച് കെട്ടിട്ട് അത് സൂക്ഷിച്ച് കെട്ടി വെച്ച് ഉപയോഗിക്കുകയാണെങ്കിൽ അത് നന്നായിട്ട് മുറുകിയിരുന്നോളും. ഇതിപ്പോൾ 2 റിങ്ങും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഹാൻഡ് എംബ്രോയ്ഡറി ചെയ്യുമ്പോൾ ചെറിയ റിങ് അടിയിലും വലിയ റിങ് തുണിയുടെ മുകൾ വശത്ത് വരുന്നത് പോലെയാണ് നമ്മൾ വെക്കുന്നത്. അതിൻ്റെ മേളിലത്തെ സ്ക്രൂവ് അയച്ചിട്ടിട്ട് നമ്മൾ ഫ്രെയിം വെച്ച് ഇതുപോലെ സെറ്റ് ചെയ്തിട്ട് പിന്നീട് നമുക്കതിൻ്റെ സ്ക്രൂവ് മുറുക്കാം. ബേസിക് ആയിട്ടുള്ള 2 സ്റ്റിച്ചാണ് നമ്മൾ കാണിക്കുന്നത്. ആദ്യത്തേത് ഫസ്റ്റ് വൺ ബാക്ക് സ്റ്റിച്ചാണ്, സെക്കൻഡ് വൺ സാറ്റിൻ സ്റ്റിച്ചാണ് നമ്മൾ കാണിക്കുന്നത്. സാറ്റിൻ സ്റ്റിച്ചിന് 4 ഇഞ്ച് വീതിയിൽ 2 വര നമ്മളിവിടെ വരച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ ചെറിയ റിങ് തുണി ചുറ്റി മുറുക്കി വെച്ചിരിക്കുന്ന ചെറിയ റിങ് അടിയിലും വലിയ റിങ് മുകളിലും വെച്ച് നമ്മൾ അത് ടൈറ്റ് ചെയ്യുകയാണ്. നന്നായിട്ട് ടൈറ്റായിട്ട് ഇരിക്കണം, എന്നാലേ സ്റ്റിച്ച് ശരിയാകുള്ളൂ. അടിയിൽ നിന്ന് നമ്മൾ നൂല് കോരി എടുത്തിട്ട് ഇതിൽ കാണുന്ന രീതിയിൽ സ്റ്റിച്ച് ചെയ്ത് എടുക്കുക. ഇതാണ് ബാക്ക് സ്റ്റിച്ച്. ഇത് കാന്താ വർക്ക് എന്ന് പറയും. നമുക്ക് സാരിയിലും കുട്ടികളുടെ ഉടുപ്പിലും ചുരിദാറിലും ഒക്കെ നമുക്ക് ഈ ബാക്ക് സ്റ്റിച്ച് വെച്ച് ഓരോ ഡിസൈൻസ് ചെയ്യാം. ബാക്ക് സ്റ്റിച്ച് തയ്ച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ സാറ്റിൻ സ്റ്റിച്ചാണ് കാണിക്കുന്നത്. നമ്മൾ പൂവിൻ്റെ ഇതളൊക്കെ നിറച്ച് തയ്ക്കാനും വീതിയുള്ള തണ്ടിൻ്റെ ഡിസൈനൊക്കെ ഇങ്ങനെ നിറച്ച് തയ്ക്കാനായിട്ടൊക്കെ ഉപയോഗിക്കുന്നു. കൂടുതലും ഫ്ലവേഴ്സ് തയ്ക്കാനായിട്ടാണ് ഈ സാറ്റിൻ സ്റ്റിച്ച് യൂസ് ചെയ്യുന്നത്. പൂവിൻ്റെ ഇതളുകളൊക്കെ നിറച്ച് തയ്ക്കാനായിട്ട്. ഇപ്പോൾ കുട്ടികളുടെ ഉടുപ്പിലൊക്കെ സിമ്പിളായിട്ട് തയ്ക്കാവുന്ന ഒരു
ചെറിയ കുട്ടികളുടെ ഉടുപ്പിൽ തയ്ക്കാവുന്ന ഒരു സിമ്പിൾ ഡിസൈനാണ് ഞാനിതിൻ്റെ സ്കെച്ച് ഇതിൻ്റെ കൂടെ കൊടുക്കാം. ഇതിപ്പം സാറ്റിൻ സ്റ്റിച്ചാണ് നമ്മൾ തയ്ക്കുന്നത്. ആ ഡോട്ടുകളെല്ലാം നമ്മൾ നിറച്ച് തയ്ക്കണം സാറ്റിൻ സ്റ്റിച്ചായിട്ട്. ഒരുപാട് മുറുക്കരുത്, എന്നാൽ അത്യാവശ്യം മുറുകി ഉള്ള സ്റ്റിച്ചാണ് തയ്ക്കുന്നത്. അപ്പം നമ്മളിവിടെ സാറ്റിൻ സ്റ്റിച്ച് തയ്ച്ചു കഴിഞ്ഞു. ബാക്ക് സ്റ്റിച്ചിൻ്റെ ഒരു ചെറിയ ഭാഗമാണ് ഇവിടെ കാണിക്കുന്നത്. ഇതാണ് നമ്മുടെ ഡിസൈൻ സ്കെച്ച്. ഇതെങ്ങനെ തുണിയിലേക്ക് കാർബൺ പേപ്പർ വെച്ച് ട്രേസ് ചെയ്യാമെന്ന് നോക്കാം. ഇത് ബേസിക് സ്റ്റിച്ചസ് ആണ്. നെക്സ്റ്റ് വീഡിയോസിൽ നമുക്ക് കൂടുതൽ സ്റ്റിച്ചസ് പഠിക്കാം. ക്ലോത്തിൻ്റെ മുകളിൽ കാർബൺ ഷീറ്റ് വെച്ച് അതിന് മുകളിൽ ഡിസൈൻ സ്കെച്ച് വെച്ചിട്ട് പെൻ ഓർ പെൻസിൽ വെച്ച് ഡിസൈൻ മാറ്റാതെ മുഴുവൻ ട്രേസ് ചെയ്യുക. അപ്പോൾ എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. Thanks for watching.